നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. നീറ്റ് ക്രമക്കേടിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം. ഡൽഹിയിൽ ബി.ജെ.പി. ഓഫീസിന് മുന്നിലെ കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ബീഹാറിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികളിൽ നിന്ന് കത്തിച്ച ചോദ്യപേപ്പറുകൾ കണ്ടെടുത്തെന്ന് പോലീസ്. തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനിരിക്കെ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യത്തിന് സ്റ്റേ. ഇഡിയുടെ ഹർജിയിൽ ജാമ്യം തടഞ്ഞത് ഡൽഹി ഹൈക്കോടതി. റോസ് അവന്യൂ കോടതി അനുവദിച്ച ജാമ്യം തടഞ്ഞത് ഇഡിയുടെ ഹർജിയിൽ വാദം കേൾക്കാൻ. സിപിഎമ്മിന് പിന്നാലെ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞ് സമസ്തയും. വർഗീയതയുടെ മേമ്പൊടി ചേർന്ന കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് സമസ്ത മുഖപത്രം. വിമർശനം മുസ്ലിം പ്രീണനത്തിനെതിരായ ജനവിധി എന്ന പരാമർശത്തിന്റെ പേരിൽ. എട്ട് തവണ ജയിച്ച കൊടിക്കുന്നിൽ സുരേഷിനെ കോട്ടയം സ്പീക്കർ ആക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ്. കീഴ്വഴക്കം ലംഘിച്ച് ഭർതൃഹരി മെഹ്താബിനെ തെരഞ്ഞെടുത്തത് വിശദീകരിക്കണമെന്ന ആവശ്യം. ദളിത് അംഗത്തെ ഒഴിവാക്കിയെന്ന ആരോപണം ശക്തമാക്കി കോൺഗ്രസ്. OR കേളുവിന് ദേവസ്വം വകുപ്പ് നൽകാത്തതിൽ വിവാദം. സിപിഎമ്മിന്റെ തമ്പ്രാൻ നയത്തിന് ഇരയെന്ന് കെ സുരേന്ദ്രൻ. സവർണ പ്രീണനമെന്ന് ദളിത് സംഘടനകൾ. കള്ളക്കുറിച്ചി വിഷമതി ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മദ്രാസ് ഹൈക്കോടതി. മുൻ ദുരന്തങ്ങളിൽ നിന്ന് എന്ത് പാഠം പഠിച്ചെന്ന് കോടതി. നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിലെ 48 പേർക്ക് കൂടി ഛർദിയും വയറിളക്കവും. രോഗം ബാധിച്ചവർ 538ആയി. കുടിവെള്ള സാമ്പിളുകളിൽ കോളിഫോം ബാക്ടീരിയകളുടെ സാന്നിധ്യം. സൂപ്പർ ക്ലോറിനേഷൻ തുടങ്ങി. പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ സജീവമായി. മുരളീധരന്റെ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മത്സരം. മുരളി വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ചു പോയ ആളാണെന്ന് MLA VK പ്രശാന്ത്. നിയമസഭാ അംഗത്വം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം വടകരയിലേക്ക് പോയത്. അപ്പം വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ചു പോയ ആൾ സ്റ്റേറ്റ് രാഷ്ട്രീയത്തിൽ തന്നെയാണ് അന്നുള്ളത് ഇന്നും ഉള്ളത്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നത് ഇതിൽ തോന്നിക്കാണും. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ലോക ചാമ്പ്യന്മാർക്ക് ജയത്തോടെ തുടക്കം. അർജന്റീന കാനഡയെ തോൽപ്പിച്ചത് മറുപടിയില്ലാത്ത 2 ഗോളിന്. ഇറ്റലിയുടെ സെൽഫ് ഗോളിൽ സ്പെയിൻ യൂറോ കപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം നടക്കുകയാണ്. ഇതിന്റെ നേതൃനിരയിൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധിക്കുകയാണ്. ഒപ്പം യുവജന സംഘടനകളും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. വിദ്യാർത്ഥി സംഘടനകളുടെ പിന്തുണയും പ്രതിഷേധത്തിൽ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സമരം നടക്കുന്നത് ഡൽഹിയിലാണ്. കേന്ദ്രത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാക്കുന്നത് കോൺഗ്രസ്. ഡൽഹിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, ഇന്ന് കോൺഗ്രസ് ഡൽഹിയിൽ പ്രതിഷേധിച്ചത് BJP ഓഫീസിന് മുന്നിലായിരുന്നുവല്ലോ. എന്തായിരുന്നു ആ മാർച്ചിൽ കാണാനായത്? ഇപ്പോഴും പ്രതിഷേധ മാർച്ച് തുടരുകയാണോ? മഞ്ജുഷ, നീറ്റ് ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ്. കാരണം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിയിലേക്കാണ് മാർച്ച് നടത്തിയെങ്കിൽ ഇന്ന് BJP ഓഫീസ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ഈ മാർച്ച് പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. ഡൽഹിയിൽ മാത്രമല്ല, ലക്നൌവിലടക്കം രാജ്യത്തിന്റെ പല കേന്ദ്രങ്ങളിലും സമാനമായ രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളനം വരാനിരിക്കുന്നു.
തിങ്കളാഴ്ച മുതൽ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു നീക്കം പ്രതിപക്ഷം, പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ശക്തമാക്കുന്നത്. കാരണം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് ഏതായാലും ദേശീയ വ്യാപകമായി തന്നെ രാജ്യവ്യാപകമായി തന്നെ പല കേന്ദ്രങ്ങളിലും പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഡൽഹിയിലും കണ്ടത്. ഏതായാലും പ്രതിഷേധം ഇപ്പോഴും അവസാനിപ്പിക്കാൻ പ്രവർത്തകർ തയ്യാറായിട്ടില്ല. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പല പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ പേർ അവിടേക്ക് സംഘടിച്ചെത്തുന്ന സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും മറുവശത്ത് അന്വേഷണവും ശക്തമായി തന്നെ തുടരുകയാണ്. കാരണം ബീഹാറിന് പുറമെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യുപിയിലേക്കും മഹാരാഷ്ട്രയിലേക്കും ഈ നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നൊരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അന്വേഷണം ഒരു വശത്ത് വ്യാപിപ്പിക്കുമ്പോഴും മറുവശത്ത് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യമാണ് ഏതായാലും ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, ഒപ്പം യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഈ സമരങ്ങളിൽ അണിചേരുകയാണ് എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. ഡൽഹിയിലെ ദൃശ്യങ്ങളാണ് കണ്ടത്. ലക്നൌവിലും സമാനമായ രീതിയിൽ പ്രതിഷേധം ഇന്ന് നടന്നിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും ഡൽഹിയിൽ നിന്നാണ്. ഇന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങേണ്ടതായിരുന്നു തിഹാർ ജയിലിൽ നിന്ന്. എന്നാൽ അപ്രതീക്ഷിതമായ ഒരു നീക്കം ഉണ്ടായി. അതിൽ ഡൽഹി ഹൈക്കോടതി അരവിന്ദ് കേജ്രിവാളിന്റെ ജാമ്യം തടഞ്ഞിരിക്കുകയാണ്. ഇഡി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ജാമ്യം നൽകരുത് എന്നാവശ്യപ്പെട്ട്. ഈ ഹർജിയിൽ വാദം കേൾക്കുന്നതുവരെയാണ് ഡൽഹി ഹൈക്കോടതി ജാമ്യം തടഞ്ഞത്. ഇന്നലെ വൈകിട്ടായിരുന്നു പ്രത്യേക കോടതി, റോസ് അവന്യൂ പ്രത്യേക കോടതി അരവിന്ദ് കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ഇന്ന് ഈ ജാമ്യ ഉത്തരവുമായി പുറത്തിറങ്ങാൻ ഇരിക്കുകയായിരുന്നു അരവിന്ദ് കേജ്രിവാൾ. കേജ്രിവാളിനെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ആം ആദ്മി പാർട്ടി പ്രവർത്തകർ. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായ ഒരു നീക്കം ഉണ്ടായതും അരവിന്ദ് കേജ്രിവാളിന്റെ ജാമ്യം ഡൽഹി ഹൈക്കോടതി തടഞ്ഞതും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ, ഈ വാർത്തയുടെ വിവരങ്ങളും നൽകാൻ ER രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായി പോയല്ലോ. അത് മാത്രമല്ല, ഇനി ഈ കേസിൽ ഇപ്പോൾ ഇഡിയുടെ ഈ ഹർജിയിൽ വാദം പൂർത്തിയായ ശേഷമേ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. മഞ്ജുഷ, ഏതാണ്ട് ഈ സമയം അരവിന്ദ് കേജ്രിവാൾ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം ഡൽഹി ഹൈക്കോടതിയുടെ ഇടപെടലാണ്. കാരണം ഇന്നലെ തന്നെ 48 മണിക്കൂർ സാവകാശം, ഈ ഉത്തരവ് നടപ്പാക്കുന്ന 48 മണിക്കൂർ സാവകാശം തേടിയിരുന്നു റോസ് അവന്യൂ കോടതി മുമ്പാകെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പക്ഷേ അതിന് റോസ് അവന്യൂ കോടതി അനുമതി നൽകിയില്ല. ഇന്ന് രാവിലെ ഏതായാലും ഇഡി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. ഡൽഹി ഹൈക്കോടതി താൽക്കാലികമായി ജാമ്യ ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ വാദം നടക്കുകയാണ്. വാദം ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും അരവിന്ദ് കേജ്രിവാൾ ജയിൽ മോചിതനാകുമോ എന്ന കാര്യത്തിൽ തീരുമാനം വരിക. ഏതായാലും വിചാരണ കോടതിയുടെ, റോസ് അവന്യൂ കോടതിയുടെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. റോസ് അവന്യൂ കോടതി ഇഡിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതായത് അന്വേഷണ ഏജൻസികൾ നീതിയുക്തമായി പ്രവർത്തിക്കണമെന്ന പരാമർശം ഈ ഉത്തരവിൽ ഉണ്ട്. പ്രത്യേകിച്ച് കാര്യമായ തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സാധിച്ചില്ല എന്ന വിമർശനമാണ് ഏതായാലും റോസ് അവന്യൂ കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇഡി ഏതെങ്കിലും പുതിയ തെളിവുകൾ ഇനി ഹൈക്കോടതി മുമ്പാകെ ഹാജരാക്കുമോ എന്നാണ് അറിയേണ്ട വിഷയം. കാരണം ഇന്നലെ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദമായി ഇഡി ഉന്നയിച്ചിരുന്നത്, ഒന്ന്, ഗോവയിലെ പ്രചാരണത്തിനായി, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അഴിമതി പണം ഉപയോഗിച്ചെന്ന വാദമാണ് ഉന്നയിച്ചത്. ആദ്യം മുതൽ ഇഡി ഉന്നയിക്കുന്നതാണ്. ആ വാദം തന്നെയാണ് ഇന്നലെ ഉൾപ്പെടെയുള്ള വാദങ്ങളിൽ ഇഡി മുന്നോട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഇന്ന് ഏതായാലും ഡൽഹി ഹൈക്കോടതി മുമ്പാകെ ഏതെങ്കിലും വാദങ്ങൾ ഇഡി മുന്നോട്ട് വെക്കുമോ എന്നാണ് അറിയാനുള്ളത്. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ കേജ്രിവാളിന് ഇന്ന് ജാമ്യം നൽകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ ഏതായാലും. ഈ ഇഡിക്കെതിരെ വലിയ പരാമർശങ്ങൾ വന്നിരിക്കുകയാണല്ലോ രാജേഷ് സൂചിപ്പിച്ചതുപോലെ റോസ് അവന്യൂ കോടതിയിൽ നിന്ന്. അതിൽ നീതിയുക്തമായ രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കണം എന്ന തരത്തിലുള്ള പരാമർശം കൂടി ഉള്ളത് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ ഇഡിക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇഡിക്കുണ്ടാവുമല്ലോ ഹൈക്കോടതിയിൽ നിന്ന്. അതുകൊണ്ട് ഇഡിക്ക് അതിനിർണായകമാണല്ലോ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്ന ഈ വാദം.
തീർച്ചയായും അതിനിർണായകം തന്നെയാണ് ഡൽഹി ഹൈക്കോടതിയിലെ വാദം. മാത്രവുമല്ല, ഇന്ന് രാവിലെ EDയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം വാദങ്ങൾ പൂർണ്ണമായും ഉന്നയിക്കാൻ അവസരം തന്നില്ല കീഴ്ക്കോടതി എന്നൊരു വിമർശനം ഇന്ന് രാവിലെ തന്നെ ED കോടതി മുമ്പാകെ ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല, തനിക്ക് തന്റെ വാദങ്ങൾ വെട്ടിക്കുറിച്ചു, സമയപരിമിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിഷയങ്ങൾ അവിടെ കൃത്യമായി അവതരിപ്പിക്കാനുള്ള അവസരം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് ഇന്ന് രാവിലെ തന്നെ EDയുടെ അഭിഭാഷകൻ ഹൈക്കോടതി മുമ്പാകെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതേ തുടർന്നാണ് വിശദമായ വാദം കേൾക്കാം എന്ന് ഹൈക്കോടതി നിലപാടെടുത്തും അതുവരേക്കും തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യുന്ന നിലപാടിലേക്കും ഹൈക്കോടതി പോയത്. ഇപ്പോൾ ഏതായാലും വാദം ഇപ്പോൾ അല്പം മുമ്പ് ആരംഭിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് തന്നെ വാദം തീരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പുതിയ വാദങ്ങൾ സ്വാഭാവികമായും EDക്ക് നിരത്തേണ്ടി വരും. കാരണം ഇന്നലെ ED ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കേജ്രിവാളിന് ജാമ്യം അനുവദിക്കാനുള്ള തീരുമാനത്തിലേക്ക് റോസവന്യൂ കോടതി എത്തിയത്. അപ്പോൾ എന്തെങ്കിലും പുതിയ തെളിവുകൾ ഇന്ന് ഹാജരാക്കുമോ എന്നാണ് അറിയേണ്ട വിഷയം. ശരി, ഡൽഹി ഹൈക്കോടതിയിൽ EDയുടെ അപ്പീലിൽ വാദം ഇപ്പോൾ തുടരുകയാണ്. ഇതിൽ വാദം കേട്ട ശേഷം കേജ്രിവാളിന്റെ ജാമ്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ റൌസ് അവന്യൂ കോടതി അനുവദിച്ച ജാമ്യം ഇന്ന് ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. അതിനാലാണ് കേജ്രിവാളിന് ഇതുവരെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ വന്നിരിക്കുന്നത്. മറ്റു വാർത്തയിലേക്ക്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ അതിരൂക്ഷ വിമർശനവുമായി സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം. വെള്ളാപ്പള്ളി നടേശൻ RSSന് ഒളിസേവ ചെയ്യുന്നുവെന്നാണ് വിമർശനം. ഈഴവർക്ക് അവകാശപ്പെട്ടത് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ അത് തെളിയിക്കണമെന്ന് മുഖപ്രസംഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യസഭ സീറ്റുകൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വീതം വെച്ചുവന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് സുപ്രഭാതത്തിന്റെ ലേഖനത്തിലെ വിമർശനം. ഇതിൽ ജനസംഖ്യ ആനുപാതികമായി മുസ്ലിങ്ങൾക്ക് എവിടെയും പരിഗണന കിട്ടുന്നില്ല എന്ന് ലേഖനത്തിൽ പറയുന്നു. കേന്ദ്ര മന്ത്രിസഭയിലും ഒരു മുസ്ലിം പോലുമില്ല. കേരളത്തിൽ 26% മുസ്ലിങ്ങളുണ്ട്. എന്നിട്ടും 21 മന്ത്രിസഭയിൽ 2 പേർ മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു പരിഗണന മാത്രമാണ് ഈഴവർക്കും കിട്ടുന്നത്. താരതമ്യേന ഈഴവരാണ് കേരളത്തിൽ കൂടുതൽ. എന്നിട്ടും ഈഴവർക്ക് താക്കോൽ സ്ഥാനങ്ങളിലൊന്നും പരിഗണനയില്ല. എന്നിട്ടും ഈ ഒരു യാഥാർത്ഥ്യം ഉണ്ടെന്നിരിക്കെ എന്തിനാണ് സംഘപരിവാറിനെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാട് വെള്ളാപ്പള്ളി സ്വീകരിക്കുന്നത് ചോദ്യമാണ് സുപ്രഭാതത്തിൽ ഉന്നയിക്കുന്നത്. അതായത് ജനസംഖ്യയിൽ 23% ഈഴവരുണ്ട്. നായർ പ്രാതിനിധ്യം 14%. എന്നാൽ അധികാരത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിലെ സവർണാധിപത്യവും സ്വകാര്യ മേഖല ഉൾപ്പെടെയുള്ള നായർ പ്രാതിനിധ്യവും തുലനം ചെയ്യാൻ വെള്ളാപ്പള്ളി നടേശന് ധൈര്യമുണ്ടോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഇസ്ലാമോഫോബിയ എന്ന സംഘപരിവാർ അജണ്ട ഈഴവരിലേക്ക് പടർത്തുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നതെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു. അതേ സമയം തന്നെ മദ്രസ അധ്യാപകർക്ക് വെള്ളാപ്പള്ളി എപ്പോഴും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാണ് അവരത് എടുത്തു പറയുന്നത്. മദ്രസാധ്യാപകരുടെ ശമ്പളം സർക്കാർ ഖജനാവിൽ നിന്നാണ് നൽകുന്നതെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അത് തീർത്തും കള്ളമാണ്. മദ്രസാധ്യാപകരെ ക്ഷേമനിധി ആനുകൂല്യത്തിൽ ഉൾപ്പെടുത്തിയതല്ലാതെ മറ്റൊരു പരിഗണനയും നൽകുന്നില്ല എന്നും സുപ്രഭാതത്തിലെ ഈ ലേഖനത്തിൽ പറയുന്നു. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇദ്ദേഹം ഈ ഒരു നവോത്ഥാന സമിതിയിൽ തുടരുന്നത് എന്ന ചോദ്യവും ഉന്നയിച്ചാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള നിരവധി തട്ടിപ്പ് കേസിൽ പ്രതിയായ ഒരാൾ അതിൽ നിന്നെല്ലാം എങ്ങനെ സമർത്ഥമായി ഊരിപ്പോരുന്നുവെന്നും ഇങ്ങനെ ഒരാളെ എങ്ങനെ നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ LDF അനുവദിക്കുന്നുവെന്ന ചോദ്യവും ഈ ലേഖനത്തിൽ സുപ്രഭാതം ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയുടെ വിഷം ചീറ്റലിൽ UDFന്റെ മൗനം കപടകരവും അപകടകരവുമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. ഈ വിഷയത്തിൽ CPMന് പിന്നാലെയാണ് ഇപ്പോൾ സമസ്തയും വെള്ളാപ്പള്ളി നടേശനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശന് പിന്തുണയുമായി BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ പ്രതിക്കൂട്ടിൽ നിർത്തുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ള കാര്യവും K. സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. തെറ്റായ വിലയിരുത്തലാണ് CPM നടത്തിയിരിക്കുന്നതെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോടൈം സ്പീക്കറാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. 8 തവണ അംഗമായ കൊടിക്കുന്നിൽ സുരേഷിന് പകരം 7 തവണ അംഗമായ ഭർതൃഹരി ബഹ്താബിനെയാണ് പ്രോടൈം സ്പീക്കറായി നിയമിച്ചത്. ഒഡീഷയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് ബഹ്താബ്. കോൺഗ്രസ് അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ്. പാർലമെന്ററി കാര്യമന്ത്രിയുടെ നടപടി തെറ്റാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. അതുമാത്രമല്ല, ദളിത് അംഗമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിവേചനം ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യവും കോൺഗ്രസ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം.
തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ പ്രവർത്തനം തുടങ്ങി. തന്റെ പഴയ മണ്ഡലത്തിൽ സജീവമാവുകയാണ് കെ മുരളീധരൻ ഇപ്പോൾ. അദ്ദേഹത്തിന്റെ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മണ്ഡലത്തിലെ നേതാക്കളുമായുള്ള ചർച്ചകളും കൂടിക്കാഴ്ചകളുമായി കെ മുരളീധരൻ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. മുരളി വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ചു പോയ ആളാണെന്നാണ് വി കെ പ്രശാന്ത്, ഇപ്പോഴത്തെ സ്ഥലം MLA, പറഞ്ഞത്. നേമത്തും വടകരയിലും തോറ്റയാളാണ് കെ മുരളീധരൻ. ഇനി വട്ടിയൂർക്കാവിലും തോൽക്കുമെന്നാണ് പ്രശാന്ത് ന്യൂസ് 18നോട് പറഞ്ഞത്. വട്ടിയൂർക്കാവിലെ MLA ആയിരിക്കെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയാണ് വടകരയിലേക്ക് കെ മുരളീധരൻ ചേക്കേറിയത്. ആ സമയത്ത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വടകരയിൽ വിജയിച്ചതിനെ തുടർന്ന് വട്ടിയൂർക്കാവ് മണ്ഡലം അദ്ദേഹം കൈവിടുകയും രാജിവെക്കുകയും പിന്നീട് MP ആയി തുടരുകയും ചെയ്യുന്ന പശ്ചാത്തലമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി തൃശൂരിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നു. 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിനെ തുടർന്ന് വലിയ അസ്വാരസ്യങ്ങൾ, ഒപ്പം തന്നെ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായി അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തു നമ്മൾ കാണുകയും ചെയ്തതാണ്. ഒപ്പം തന്നെ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളെത്തി ഒരു അനുനയ ശ്രമിച്ചുവെങ്കിൽ പോലും തന്നെ തൽക്കാലം താൻ പൊതുരംഗത്തേക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ മുരളീധരൻ ചെയ്യുകയും ചെയ്ത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സുപ്രധാന തീരുമാനത്തിലേക്ക് അദ്ദേഹം കടക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് മുൻകാലങ്ങളിൽ അദ്ദേഹം മത്സരിച്ച വട്ടിയൂർക്കാവ് തന്നെ അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം, അവിടെ സംഘടനാ തലത്തിലാകട്ടെ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കളുമായും ഒപ്പം തന്നെ സാമുദായിക നേതാക്കളുമായും ഒക്കെ അദ്ദേഹം കൂടിയാലോചനകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ ഓഫീസിലുമൊക്കെ തന്നെ കൂടുതൽ ആളുകളെത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. കൂടാതെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഈ വാർഡ് തലത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ വാർഡിലെ കോൺഗ്രസ് നേതാക്കളുടെയും ഒപ്പം തന്നെ UDF നേതാക്കളുടെയും പ്രതികരണം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിന് അനുസരിച്ച് വേണം അത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം നടത്താൻ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കിയല്ല ഇത്തവണ സ്ഥാനാർത്ഥികളെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പ്രഖ്യാപിക്കേണ്ടതെന്നുള്ളൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ തന്നെ KPCC നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന KPCC നേതൃയോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു പരാമർശമുണ്ടായത്. വാർഡ് തലത്തിൽ ഈ രീതിയിൽ മാത്രമേ സ്ഥാനാർത്ഥി നിർണ്ണയം പാടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്തായാലും വട്ടിയൂർക്കാവ് തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി കെ മുരളീധരൻ എന്നുള്ള അതിശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയല്ലാതെ മറ്റൊരാളെ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. കാരണം 2019 ഉപതെരഞ്ഞെടുപ്പിൽ കെ മോഹൻകുമാർ മത്സരരംഗത്തേക്ക് വന്നുവെങ്കിൽ പോലും ദയനീയമായി പരാജയപ്പെട്ടു. 2021 തെരഞ്ഞെടുപ്പിലും സമാന സാഹചര്യം വീണ എസ് നായർക്കും നേരിടേണ്ടി വരികയും ചെയ്തു. അതായത് ജനകീയ മുഖമുള്ള ഒരു നേതാവായിട്ടുള്ള വി കെ പ്രശാന്തിനെ ഇറക്കിക്കൊണ്ടായിരുന്നു, പുതുമുഖമായ അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ടായിരുന്നു ഉപതെരഞ്ഞെടുപ്പിലൂടെ വട്ടിയൂർക്കാവ് എന്ന കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലം തിരികെ പിടിക്കാൻ LDFന് സാധിക്കുകയും ചെയ്ത്. എന്തായാലും ഇത്തവണ സ്ഥാനാർത്ഥി ആയി വരുന്ന വി കെ പ്രശാന്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. വട്ടിയൂർക്കാവ് നിയമസഭാ അംഗത്വം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം വടകരയിലേക്ക് പോയത്. അപ്പം വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ച് പോയ ആൾ സ്റ്റേറ്റ് രാഷ്ട്രീയത്തിൽ തന്നെയാണ് അന്നുള്ളത് ഇന്നും ഉള്ളത്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പോയത്. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നേമത്ത് പരാജയപ്പെട്ടു, വടകരയിൽ പരാജയപ്പെട്ടു, ഇനി വട്ടിയൂർക്കാവിലും പരാജയപ്പെടുമെന്നാൽ അത്രയേ ഉള്ളൂ അതെനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും കെ മുരളീധരൻ കടന്നു വരികയാണ് എങ്കിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് വി കെ പ്രശാന്ത് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു പടി മുകളിലേക്ക് തന്നെ കൂടുതൽ പ്രവർത്തനവുമായി നേതൃത്വത്തിന് പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മണ്ഡലം തിരിച്ച് പിടിക്കുന്നതിന് വേണ്ടി, മണ്ഡലത്തിൽ സജീവമാകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് കെ മുരളീധരന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എല്ലാ നേതാക്കളുമായും സാമുദായിക നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു. കൂടാതെ ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വട്ടിയൂർക്കാവിൽ വെച്ചാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നീക്കം തന്നെ എന്തായാലും കെ മുരളീധരൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റ് ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചുകൊണ്ട് UDF നേതൃത്വത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനോ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ക്യാമറമാൻ ഹിരൺ ശ്യാമിനൊപ്പം MG ബിതുൽ, ന്യൂസ് 18, തിരുവനന്തപുരം. OR കേളുവിനെ മന്ത്രിയാക്കാൻ CPM തീരുമാനിച്ചതിന് പിന്നാലെ പുതിയൊരു വിവാദം കൂടി ഉണ്ടാവുകയാണ്. ചരിത്രപരമായ സംഭവം എന്നാണ് OR കേളുവിനെ മന്ത്രിയാക്കുന്നതിനെക്കുറിച്ച് CPMന്റെ വിലയിരുത്തൽ. കാരണം പട്ടികവർഗ അംഗമായ അദ്ദേഹത്തെ മന്ത്രിയാക്കുമ്പോൾ അവരെ അംഗീകരിക്കുന്നതിന് തുല്യമാണ് എന്ന കാര്യമാണ് CPM പറയുന്നത്. എന്നാൽ പ്രധാന വകുപ്പായ ദേവസ്വം വകുപ്പ് കേളുവിന് നൽകാത്തതിലാണ് ഇപ്പോൾ പുതിയ വിവാദം ഉണ്ടായിരിക്കുന്നത്. കേളുവിന് നൽകാതെ ദേവസ്വം വകുപ്പ് VN വാസവനാണ് നൽകുന്നത്. പാർലമെന്ററി കാര്യവും അദ്ദേഹത്തിന് നൽകിയിട്ടില്ല. ഇത് സവർണ മേധാവിത്വത്തെ തൃപ്തിപ്പെടുത്താനാണെന്നാണ് ഇപ്പോൾ ദളിത് സംഘടനകളുടെ ആക്ഷേപം. അതേപോലെ തന്നെ BJPയും ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയുണ്ടായി. തമ്പ്രാൻ നയമാണ് ഇവിടെ CPM എടുത്തിരിക്കുന്നതെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഇതേക്കുറിച്ച് പറഞ്ഞത്. കെ രാധാകൃഷ്ണന് പകരക്കാരനായെത്തിയ OR കേളുവിന്
പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പാർലമെന്ററി ദേവസ്വം വകുപ്പുകൾ ഒഴിവാക്കിയപ്പോൾ CPM വിശേഷിപ്പിച്ചിരുന്ന ചരിത്രപരമായ തീരുമാനത്തിന് എന്ത് പ്രസക്തി എന്നതാണ് ചോദ്യം. ദളിത് സംഘടനകൾ വിഷയം ചർച്ചയാക്കുന്നു. പട്ടികജാതി വിഭാഗക്കാരനായ K. രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പ് മേൽജാതിക്കാരന് നൽകിയതിലൂടെ സവർണ മേധാവിത്വത്തെ തൃപ്തിപ്പെടുത്താൻ മന്ത്രിസഭ പുനഃസംഘടന CPM അവസരമാക്കിയെന്നാണ് ആക്ഷേപം. BJPയും സമാനമായ ആരോപണം ഉന്നയിക്കുന്നു. കേളുവ് ഇത്രയും കഴിവുള്ള ഒരാള്, വിദ്യാഭ്യാസമുള്ള ഒരാള്, അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയത്? കേളുവിന് എന്തുകൊണ്ടാണ് ഒരു വകുപ്പ് മാത്രം കൊടുത്തത്? പട്ടികവർഗക്കാരനായ ഒരു വകുപ്പ് മന്ത്രിയോട് ഈ അധിക്ഷേപവും അപമാനവും മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയില്ല. അതൊക്കെ ഒരു പത്രത്തിൽ വാർത്ത വരാൻ വേണ്ടിയിട്ടുള്ള വെറും ചപ്പടാച്ചി വർത്തമാനങ്ങളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ നഷ്ടപ്പെട്ട ജാതി വോട്ടുകൾ തിരികെ എത്തിക്കാൻ CPM കണ്ടെത്തിയ അവസരമാണിതെന്ന ആക്ഷേപം ശക്തമാണ്. K. രാധാകൃഷ്ണന് പകരം പട്ടികവർഗ വിഭാഗക്കാരന് പ്രാതിനിധ്യം നൽകുന്ന അവകാശപ്പെടാമെങ്കിലും ജനസംഖ്യയുടെ 10% വരുന്ന പട്ടികജാതി വിഭാഗക്കാർക്ക് മന്ത്രിസഭയിലുണ്ടായിരുന്ന പ്രാതിനിധ്യം ഇല്ലാതായി എന്നതാണ് മറ്റൊരു സാഹചര്യം. ദേവസ്വം വകുപ്പ് ഈഴവ സമുദായാംഗമായ മന്ത്രിക്ക് നൽകിയതിലൂടെ CPM ലക്ഷ്യമിടുന്ന രാഷ്ട്രീയം ഫലത്തിൽ തിരിച്ചടിക്കുമോ എന്നത് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് CPM കണ്ടെത്തിയ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈഴവ വോട്ടുകളിലെ ചോർച്ച. പരമ്പരാഗത വോട്ടുകളിലുണ്ടായ ഈ നഷ്ടം എങ്ങനെ പരിഹരിക്കുമെന്ന ഗൗരവ ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന CPM നേതൃയോഗങ്ങളിൽ ഉണ്ടായത്. ഓരോ മണ്ഡലങ്ങളിലുമുണ്ടായ വോട്ട് നഷ്ടം CPM വിശദമായി വിലയിരുത്തുകയായിരുന്നു. ദീർഘകാല അജണ്ടയിട്ട് സംഘപരിവാർ നടത്തിയ നീക്കങ്ങളാണ് ഈഴവ വോട്ടുകൾ നഷ്ടമാക്കിയതെന്നാണ് CPMന്റെ വിലയിരുത്തൽ. ഇത് എത്രമാത്രം ശരിയാണ്? ആലപ്പുഴ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ തോൽവിക്ക് സുപ്രധാന കാരണമായി CPM വിലയിരുത്തുന്ന ഇത് സംസ്ഥാന അടിസ്ഥാനത്തിൽ CPM വോട്ട് ബാങ്കിലുണ്ടായ ഈ ചോർച്ച എങ്ങനെയാണ് സംഭവിച്ചത് പരിശോധിക്കാം. CPM വോട്ട് ബാങ്കിൽ അടിസ്ഥാനപരമായി ചോർച്ച സംഭവിച്ചിരിക്കുന്നുവെന്ന് പാർട്ടി തന്നെ സമ്മതിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ കാലത്തും CPMനൊപ്പം ഉറച്ചു നിന്ന ഈഴവ വിഭാഗത്തിന്റെ വലിയൊരു ശതമാനം വോട്ടിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. കുറേയേറെ വോട്ടുകൾ BJPയിലേക്ക് പോയിട്ടുണ്ട്. ഇത് 2 മണ്ഡലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രധാനമായും. ആലപ്പുഴ, ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ, ഈ 2 മണ്ഡലങ്ങളാണ് ഇത് ഏറ്റവും പ്രത്യക്ഷമായി ബാധിച്ചിട്ടുള്ളത്. പക്ഷേ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഇത് ഏറെയും കുറഞ്ഞും ബാധിച്ചിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് CPMനുള്ളത്. ഇതിന് പ്രധാന കാരണമായി കണ്ടെത്താൻ കഴിയുന്നത് ഈഴവ വോട്ടുകൾ പോയ വഴി ന്യൂനപക്ഷ പ്രീണനം എന്ന പ്രതീതി ഉണ്ടായി എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങൾക്ക് അനാവശ്യമായ പ്രീണനം ലഭിക്കുന്നു എന്നുള്ള പ്രതീതി സാധാരണക്കാരായ ആളുകൾക്കുണ്ടായി. അത് ഒരു കാരണമായി എന്ന് വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ പ്രാതിനിധ്യം കുറയുന്നു എന്ന് തോന്നൽ, ഈഴവ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് പാർട്ടിയിൽ അർഹമായ പ്രാതിനിധ്യം, നേതൃനിരയിലടക്കം പ്രാതിനിധ്യം കുറയുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ സംഘപരിവാറിന്റെ രാഷ്ട്രീയ നീക്കം, വളരെ മുൻകൂട്ടി തന്നെ സംഘപരിവാർ ഈഴവ വിഭാഗത്തെ അടുപ്പിക്കാൻ വേണ്ടി നടത്തിയ രാഷ്ട്രീയ നീക്കം ഒരു പരിധിവരെ തിരിച്ചടിയായി എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ സംഘപരിവാറുമായി ഈഴവ വിഭാഗത്തിലുണ്ടായിരുന്ന വലിയൊരു അകൽച്ച, ഈഴവ വിഭാഗം എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ CPMന്റെ അടക്കം നട്ടല്ലായി നിന്നൊരു പാർട്ടിയാണ്. മഹാഭൂരിപക്ഷം പേർ ഇടതു പാർട്ടികളിലും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കോൺഗ്രസിലും വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമായിരുന്നു BJPയിലേക്ക് വോട്ട് ചെയ്തതെങ്കിൽ BJPയിലേക്ക് പോകാനുള്ള ഒരു അകൽച്ച ഒഴിവാക്കാൻ BDJSന്റെ ക്രമാനുഗതമായ വളർച്ചയും അതിന്റെ ഇടപെടലും കാരണമായി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയെ കൈകാര്യം ചെയ്യുന്നതിലെ പിഴവുണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാലങ്ങളിലെല്ലാം തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ തുറന്ന പോരിൽ നിൽക്കുക, ഈഴവ വിഭാഗത്തെ ഒപ്പം നിർത്തുക എന്നുള്ള തന്ത്രമായിരുന്നു CPM ഉപയോഗിച്ചിരുന്നത്. VS അച്യുതാനന്ദനടക്കം മുന്നിൽ നിന്നുകൊണ്ട് വെള്ളാപ്പള്ളിക്കെതിരെ മൈക്രോ ഫിനാൻസ് അഴിമതി അടക്കം മുൻകൂട്ടി ഉയർത്തിക്കൊണ്ടുള്ള ആരോപണങ്ങൾ ഉയർത്തുമ്പോഴും ഈഴവ വിഭാഗത്തിന്റെ വോട്ട് ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളാപ്പള്ളി ഒപ്പമുണ്ട്, ഈഴവ വിഭാഗത്തിൽ നല്ലൊരു ശതമാനം ഒപ്പമില്ല എന്നുള്ളതാണ് അവസ്ഥ. നമുക്ക് 2 മണ്ഡലങ്ങൾ വേഗത്തിൽ നോക്കിയാൽ ആലപ്പുഴയിൽ KC വേണുഗോപാൽ ഇത്തവണ ലഭിച്ചത് 38.21% വോട്ട്, ആരിഫിന് 32.21%, ശോഭാ സുരേന്ദ്രന് 28.3% വോട്ടാണ്. ചെറിയ വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ആലപ്പുഴ പോലും മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2019 കണക്ക് വെച്ച് നോക്കുമ്പോഴാണ് ഏറ്റവും വ്യക്തമാകുന്നത്. 17.24% മാത്രമുണ്ടായിരുന്ന വോട്ടാണ് ഇത്തവണ 28% വർദ്ധിച്ചത്. ആ സമയത്ത് 32% ഇത്തവണ CPM ലഭിച്ചത്. 40% എന്നുള്ളതാണ് 32% CPMന്റെ വോട്ട് കുറഞ്ഞത്. ആകെ വോട്ട് 92,648 വർദ്ധിച്ചപ്പോൾ UDFന് കുറഞ്ഞത് 1.79% വോട്ടാണ്. LDFന് കുറഞ്ഞത് 8.75% വോട്ടാണ്. NDAക്ക് കൂടിയത് 11.06% വോട്ടാണ്. NDAക്ക് കൂടിയ 11% വോട്ടിൽ മഹാഭൂരിപക്ഷവും വോട്ട് പോയിരിക്കുന്നത് പ്രധാനമായും LDFിൽ നിന്നാണ്. ഈ LDFിന് വോട്ട് പോയിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെയും പരിശോധിച്ചു കഴിഞ്ഞാൽ, പഞ്ചായത്തിലടക്കം പരിശോധിച്ചാൽ പത്തിയൂരായാലും അല്ലെങ്കിൽ കണ്ടല്ലൂരായാലും ദേവികുളങ്ങരയായാലും ഇത്തരം പഞ്ചായത്തുകളെല്ലാം ഈഴവ സമുദായത്തിന് 70% അതിൽ കൂടുതൽ ഈഴവ സമുദായത്തിന് മെജോറിറ്റിയുള്ള പഞ്ചായത്തുകളടക്കമാണ് പരമ്പരാഗത
ഫലപ്രദമായി CPM-ന്റെ കോട്ടകളിലാണ് ഇത്തരത്തിൽ BJP-യിലേക്ക് വോട്ട് പോയിരിക്കുന്നത്. മറ്റൊന്ന് ആറ്റിങ്ങൽ കൂടി പരിശോധിച്ചാൽ ആറ്റിങ്ങൽ ഇത്തവണ 33% വോട്ട് അടൂർ പ്രകാശിന് 33.22 22.9 22 ചെറിയ വ്യത്യാസം മാത്രമാണ്. തൊട്ട് പിന്നിൽ നിൽക്കുന്ന V മുരളീധരന് 31.64 1.3% വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ്. ആറ്റിങ്ങൽ പോലെ എല്ലാ കാലത്തും ഇടതു കോട്ടയായി നിന്ന ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയുള്ള ഒരു സ്ഥലത്ത് വോട്ട് ലഭിച്ചിരിക്കുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ആറ്റിങ്ങലിൽ 3 ഈഴവ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. 3 ഈഴവ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ഈഴവ മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിലടക്കം BJP-യിലേക്ക് വലിയൊരു ശതമാനം വോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അടൂർ പ്രകാശിനെ BJP-യെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രൻ 24.97 25% വോട്ടുണ്ടായ സ്ഥലത്താണ് ഇന്നത് 31.64% വർദ്ധിച്ചിരിക്കുന്നത്. ഈ ആറ്റിങ്ങൽ പക്ഷേ പ്രധാനമായും വോട്ട് കൂടുതൽ പോയിരിക്കുന്നത് UDF-ൽ നിന്നാണ്. ആറ്റിങ്ങൽ മേജർ ഷിഫ്റ്റ് ഉണ്ടായത് ഒരു 15% വോട്ടിൽ നിന്ന് 24% വോട്ടിലേക്ക് വർദ്ധിച്ചത് 2019-ലാണ്. 2014 നിന്ന് 19-ലേക്ക് വന്നപ്പോഴാണ്. അന്ന് മെജോറിറ്റി വോട്ടും ശതമാനവും കുറഞ്ഞത് CPM-ന്റെ ഇടതുമുന്നണിയുടെ വോട്ട് ശതമാനമാണ് കുറഞ്ഞത്. അതിപ്പോഴും നിലനിർത്താൻ ആ പോയ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ഇപ്പോഴും CPM-ന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. ആറ്റിങ്ങലിലെ വോട്ടിന്റെ കണക്കും ഏകദേശം ഇങ്ങനെയാണ്. 5% വോട്ടാണ് UDF-ന് നഷ്ടമായത്, 52,944 വോട്ട്. LDF-ന് നഷ്ടമായത് 1.28% വോട്ടാണ്. അവിടെ NDA-ക്ക് അധികമായി ലഭിച്ചത് 6.67% വോട്ടാണ്. ആറ്റിങ്ങലിലെയും ഈഴവ മെജോറിറ്റി ഉള്ള മണ്ഡലങ്ങൾ അടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ 2 നിയമസഭാ മണ്ഡലങ്ങളടക്കം ഭൂരിപക്ഷം നേടാൻ NDA-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈഴവ മെജോറിറ്റി ഉള്ള വർക്കല അടക്കമുള്ള മുനിസിപ്പാലിറ്റികൾ, ആറ്റിങ്ങൽ അടക്കമുള്ള മുനിസിപ്പാലിറ്റികളടക്കം 1ാം സ്ഥാനത്ത് ഇക്കുറി എത്തിയത് NDA-ആണ്. അതുകൊണ്ട് തന്നെയൊക്കെ കൂടിയാണ് CPM കണക്ക് കൂട്ടുന്നത്. CPM-ന്റെ അടിസ്ഥാന വോട്ടുകളിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ. അത്തരം ഒരു തിരുത്തൽ നടപടികൾ കൂടിയാണ് CPM സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ ഒരുങ്ങുന്നത്. ഈഴവ വോട്ടുകൾ CPM-നെ കൈവിട്ടു എന്ന കാര്യം ഇപ്പോൾ സജീവ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. CPM തന്നെ ഔദ്യോഗികമായിട്ട് ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ ചർച്ചകൾ വരും ദിവസങ്ങളിലും തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഉപതെരഞ്ഞെടുപ്പുകളിലേക്കായുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് പാർട്ടികൾ പൂർണ്ണമായും കടന്നിട്ടില്ല. എന്നാൽ ഇതേക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ സജീവമാണ്. ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നേതൃസമിതി കൂടി തീരുമാനിക്കുമെന്നാണ് BJP നേതാവ് PK കൃഷ്ണദാസ് പറഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യം ഒന്നിച്ച് മത്സരിക്കണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. വയനാട്ടിലും അതേപോലെ തന്നെ മറ്റു 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലും ഞങ്ങൾ ഉചിതമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്തും. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. തുടർന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന നേതൃയോഗവും ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ഉചിതമായ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിർത്തും. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാട് അതുപോലെ ചേലക്കര നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലും വളരെ യോഗ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാൻ BJP-യും NDA-യും തയ്യാറാകും. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുകയായിരുന്നു ഇന്ന് മദ്രാസ് ഹൈക്കോടതി. സർക്കാർ സംവിധാനങ്ങളുടെ നിഷ്ക്രിയത്വമാണ് ദാരുണമായി ഈ സംഭവത്തിലേക്ക് നയിച്ചതെന്ന് കോടതി വിമർശിച്ചു. കേസിലെ മുഖ്യപ്രതി ചിന്നദുരയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. വ്യാജമദ്യ ദുരന്തത്തിൽ മരണം 48 ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള AIADMK പ്രതിഷേധത്തിൽ നിയമസഭ പ്രക്ഷുബ്ധമായി. കറുപ്പ് വസ്ത്രം ധരിച്ചാണ് എടപ്പാടി പളനിസ്വാമി അടക്കമുള്ള നേതാക്കൾ നിയമസഭയിൽ വന്നത്. ഇത് നെഞ്ച് പതറ വയ്ക്കേണ്ട സംഭവം, നാട്ടെയെ ഉളുക്കിക്കൊണ്ടിരിക്കേണ്ട സംഭവം, மக்கள் கொதித்து போயிருக்கின்ற இந்த சம்பவம் குறித்து கூட சட்டமன்றத்தில் பேசுவதற்கு வாய்ப்பளிக்கவில்லை என்றால் சட்டமன்ற உறுப்பினராக தேர்ந்தெடுக்கப்பட்டதற்கே அர்த்தமில்லாமல் போய்விடும். குறிப்பாக எதிர்க்கட்சி தலைவர் என்ற முறையில், எதிர்க்கட்சி உறுப்பினர் என்ற முறையில் மக்களுடைய பிரச்சனையை அரசுடைய கவனத்திற்கு கொண்டு வருவது எங்களுடைய தலையாய கடமை. அந்த அடிப்படையில் தான் இன்றைய தினம் சட்டமன்றம் கூடியவுடன் கள்ளக்குறிச்சி நடைபெற்றுள்ள கள்ளச்சாராய மரணம் குறித்து பேசுவதற்காக நான் எழுந்தேன். பேரவைத் தலைவர் அனுமதி கொடுக்கவில்லை. தொடர்ந்து நாங்கள் நின்று கொண்டே அனுமதி கேட்டோம். இது ஏழை எளிய தாழ்த்தப்பட்ட ஆதிராவிட மக்கள் இன்றைக்கு இந்த கள்ளச்சாராயம் குடித்து இறந்திருக்கின்றார்கள். அவளை இந்த அரசு முறையாக சிகிச்சையும் அளிக்கவில்லை. இதையெல்லாம் பேச வேண்டும் என்பதற்காகத்தான் நாங்கள் அனுமதி கேட்டோம். ஆனால் சட்டப்பேரவைத் தலைவர் வலுக்கட்டாயமாக எங்களை வெளியேற்றிவிட்டார்.
சட்டமன்றத்திலே நியாயம் கிடைக்கவில்லை. இன்றைக்கு சட்டப்பேரவை தலைவர் அந்த ஆசனத்திலே அமர்ந்து நடுநிலையோடு செயல்பட்டிருக்க வேண்டும். எங்களுக்கு வருத்தம் அளிக்கின்றது. இப்படிப்பட்ட கொடுமையான நிகழ்வுகள் എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിലെ 48 പേർക്ക് കൂടി പകർച്ചവ്യാധി സ്ഥിരീകരിച്ചു. ഛർദിയും വയറിളക്കവുമാണ് ഇവർക്ക് പിടിപെട്ടത്. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 538 ആയിട്ടുണ്ട്. ആകെ 1000-ഓളം ആളുകളാണ് ഈ ഫ്ളാറ്റിലുള്ളത്. അതായത് ഏകദേശം പകുതിയോളം ആളുകൾക്ക് ഇത്തരത്തിലുള്ള അസുഖം പിടിപെട്ടിട്ടുണ്ട്. കുടിവെള്ള സാമ്പിളുകളിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഇക്കാര്യം ആരോഗ്യവകുപ്പ് അറിയിച്ചു കഴിഞ്ഞു. സൂപ്പർ ക്ലോറിനേഷൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഫ്ളാറ്റിലെ താമസക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാക്കനാട് DLF ഫ്ളാറ്റിലെ കുടിവെള്ളത്തിൽ ഈക്കോളൈൻ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഇനി സ്രോതസ്സുകളിൽ നിന്നും താമസക്കാർക്ക് വെള്ളം നൽകുക. ഇന്ന് രാവിലെ മുതൽ തന്നെ സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യേണ്ടുള്ള നടപടികളെല്ലാം ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് താൽക്കാലികമായി ഈ സ്രോതസ്സുകളിൽ നിന്നും അന്തേവാസികൾ വെള്ളം കുടിക്കരുതെന്ന് കർശന നിർദ്ദേശം തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത്. പകരം കുടിവെള്ളം ടാങ്കറുകളിൽ നിന്നും എത്തിക്കുന്ന കുടിവെള്ളം മാത്രം ഉപയോഗിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഇത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് അന്തേവാസികൾക്ക് നൽകുന്നതെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് നടത്തിയ പരിശോധനയിൽ 48 പേർക്ക് കൂടിയാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. ഇതോടെ 538 പേരാണ് ആശുപത്രികളിലും അതോടൊപ്പം വീടുകളിലുമായി ചികിത്സയിലുള്ളത്. കുട്ടികൾക്കും ഇത് ബാധിച്ചു, ഈ രോഗം ബാധിച്ചു ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുകൂടി ആരോഗ്യവകുപ്പ് പറഞ്ഞു വെക്കുന്നുണ്ട്. കൃത്യമായി തന്നെ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യ പ്രവർത്തകരെ അടക്കം ഈ ഫ്ളാറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നുള്ള പ്രത്യേക സംഘം ഫ്ളാറ്റിലെത്തി അവിടെയുള്ള ഓരോ അന്തേവാസികളെയും കണ്ട് അവർക്ക് വേണ്ട ബോധവൽക്കരണം നടത്തി ഈ രോഗബാധയുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നറിയിപ്പുകളും ഇവർക്കും നൽകിയിട്ടുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക എന്നടക്കമുള്ള മുന്നറിയിപ്പ് ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം ഇനിയും ഈ രോഗം പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കരുതലുകളും സ്വീകരിക്കണമെന്നും ഇവർക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഈ ഫ്ളാറ്റിലെ അസോസിയേഷന് ഉണ്ടായ വലിയൊരു വീഴ്ചയിൽ ഇനി ഇത്തരത്തിലുള്ളൊരു വീഴ്ച സംഭവിച്ചാൽ കർശന നടപടിയെടുക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. തുടക്കത്തിൽ മെയ് മാസത്തിൽ തന്നെ രോഗം പിടിപെട്ട ഒരു വ്യക്തി ഒരു ലാബിൽ നടത്തിയ പരിശോധനയിൽ ഈക്കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം കുടിവെള്ളത്തിലുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇത് അസോസിയേഷനെ അറിയിച്ചുവെങ്കിൽ അവർ കൃത്യമായി ബാക്കിയുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല. കാര്യം ഗൌരവത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കൈവിട്ട ഈ കാര്യം ഇത്രയും വഷളായതെന്നുള്ളൊരു വിമർശനം കൂടി താമസക്കാർ അസോസിയേഷനെതിരെ നടത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അസോസിയേഷന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനും ഒപ്പം കക്കൂസ് മാലിന്യങ്ങൾ അടക്കം സംസ്കരിക്കുന്നതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ളൊരു സംവിധാനം കണ്ടെത്തണം. ഇനിയും അതിൽ വീഴ്ച സംഭവിച്ചാൽ നടപടി കടുപ്പിക്കുമെന്നുകൂടി ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തൽക്കാലം DLF ഫ്ളാറ്റിലെ അന്തേവാസികൾക്ക് ആശ്വാസം നൽകുന്ന നടപടി തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്നത്. 46 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. ഇതിൽ 19 സാമ്പിളുകളുടെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചു. ഇതിലാണ് ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയും വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടി ലഭിക്കാനുണ്ട്. എറണാകുളം തൃക്കാക്കരയിൽ ഡെങ്കിപ്പനി ബാധിച്ച് സ്ത്രീ മരിച്ചു. മോഡൽ എഞ്ചിനീയറിംഗ് വാർഡിലെ രാധികയാണ് മരിച്ചത്. കാക്കനാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഡെങ്കിപ്പനി ഈ പ്രദേശങ്ങളിൽ വ്യാപകമായി പടർന്നു പിടിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ പല ഭാഗങ്ങളിലും ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. പാലക്കാട് അട്ടപ്പാടി സ്കൂളിലെ വൈദ്യുതി KSEB വിച്ഛേദിച്ചു. അഗളി GVHS സ്കൂളിലെ വൈദ്യുതിയാണ് വിച്ഛേദിച്ചത്. 53,201 രൂപ വൈദ്യുതി കുടിശ്ശിക ആയതിനാലാണ് വൈദ്യുതി വിച്ഛേദിച്ചത്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാണ് അഗളിയിലുള്ള ഗവൺമെന്റ് ഹൈസ്കൂൾ. ഇവിടെ 2500ഓളം കുട്ടികളാണ് പഠിക്കുന്നത്. കഴിഞ്ഞ 6 മാസമായി ഇവിടുത്തെ വൈദ്യുതി ബിൽ കുടിശ്ശികയാണ്. ഇതിൽ 40,000-ഓളം രൂപ ഇവിടെ നിന്നുള്ള ഓൺ ഫണ്ടിൽ നിന്ന് പ്രധാന അധ്യാപികയും മറ്റും ഇടപെട്ട് അടയ്ക്കുകയായിരുന്നു. ബാക്കി വന്ന 50,000 ചില്ലാനം രൂപയാണ് അടയ്ക്കാൻ കഴിയാതെ വന്നത്. ഇതേ തുടർന്നാണ് ഇന്ന് രാവിലെ KSEB അധികൃതരെത്തി സ്കൂളിലെ ഫ്യൂസ് ഊരിയിട്ടുള്ളത്. ഇക്കാര്യം നേരത്തെ തന്നെ കൃത്യമായി തന്നെ ഇത് വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചതാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ അലംഭാവത്തെ തുടർന്നാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങൾ, അതായത് ആദിവാസി കുട്ടികൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ് അഗളിയിലുള്ളത്. ഇവിടെയാണ് ഇങ്ങനെയൊരു
സർക്കാരിന്റെ അലംഭാവം കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യങ്ങൾ, അതായത് കൃത്യമായി തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇതുപോലെ തന്നെ ബില്ലിൽ വലിയ കുടിശ്ശിക ഉണ്ടാവുകയും ഇത് സ്കൂൾ ഇടപെട്ട് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. പക്ഷേ ബാക്കി വന്ന തുക അടയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ച് എന്നാണ് പ്രധാന അധ്യാപിക പറയുന്നത്. നമ്മൾ ഇവിടെ ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടു. അവർക്ക് നമ്മുടെ ലെറ്റർ ഹെഡിൽ അപേക്ഷ എഴുതി നേരിട്ട് പോയി കണ്ട് എല്ലാം പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ അതിൽ നിന്ന് അടയ്ക്കണ്ട, ഞങ്ങൾ അടച്ചോളാം, നിങ്ങൾ അടയ്ക്കുവാണെങ്കിൽ അത് തിരിച്ച് കിട്ടത്തില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ അടച്ചില്ലായിരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് KCBയിലെ ജോലിക്കാർ വന്ന് അത് കട്ട് ചെയ്തു പോയി. അപ്പോൾ നമുക്കിവിടെ ഇത്ര പിള്ളേർക്ക് ഉച്ചഭക്ഷണം കൊടുക്കണം, അതുപോലെ ടോയ്ലറ്റിൽ പോകാനുള്ള വെള്ളം പിള്ളേർക്ക് വേണം. അപ്പോൾ അതുപോലെ ഒരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസം മുമ്പ് ഇതുപോലെ തന്നെ പാലക്കാടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉപഡയറക്ടറുടെ കാര്യാലയത്തിലെ ഫ്യൂസും KCB ഊരിയിരുന്നു. ഇതും കുടിശ്ശിക, വലിയ തോതിൽ കുടിശ്ശിക വന്നതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരുന്നു. KCBക്ക് കുടിശ്ശിക അടയ്ക്കുന്നതിൽ പലപ്പോഴും വിദ്യാഭ്യാസ വകുപ്പിന്റെ വീഴ്ചയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇത് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും സ്കൂളിന്റെ കാര്യത്തിൽ നടന്നത് അതീവ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം അവിടെ വൈദ്യുതി ഇല്ലാതെ ഇത്രയും കുട്ടികൾ പഠിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഫലപ്രദമായ ഇടപെടൽ ആവശ്യമാണ് എന്ന് തന്നെയാണ് രക്ഷിതാക്കളും പറയുന്നത്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. മലപ്പുറം ജില്ലയിലെ +1 സീറ്റ് വിഷയം അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് മാറുകയാണ്. ഇന്നും സമരമുണ്ടായി. മലപ്പുറം മേഖല ഹയർ സെക്കൻഡറി ഉപഡയറക്ടറുടെ ഓഫീസിലേക്ക് MSF ആണ് ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഓഫീസ് പൂട്ടിയിടാനുള്ള MSF പ്രവർത്തകരുടെ ശ്രമമാണ് കണ്ടത്. പോലീസ് തടഞ്ഞു. മുദ്രാവാക്യം വിളിച്ച് കുത്തിയിരുന്ന് പ്രതിഷേധിച്ച MSF പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർച്ചയായ 2ാം ദിവസമാണ് +1 സീറ്റ് വിഷയത്തിൽ മലപ്പുറത്ത് MSFന്റെ പ്രതിഷേധം നടക്കുന്നത്. +1 സീറ്റ് വിഷയത്തിൽ SFI സർക്കാരിനോട് സീറ്റ് കൂട്ടണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ബാച്ചുകൾ ക്രമീകരിക്കണം എന്ന ആവശ്യവും SFI ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉറപ്പാക്കണം എന്നാണ് SFI ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് രാജ്യാന്തര യോഗാ ദിനമാണ്. ലോകം ആസകലം ഇത്തരത്തിലുള്ള യോഗാ ദിന ആചരണം നടന്നു. ആഗോള നന്മയുടെ പ്രേരക ശക്തിയായി ലോകം യോഗയെ കാണുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ശ്രീനഗറിൽ നടന്ന യോഗാ ദിനാചരണത്തിന് പ്രധാനമന്ത്രി നേതൃത്വം നൽകി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യോഗാ ദിനാചരണത്തിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്തു. सभी आसनों का अभ्यास एक बार करेंगे। पहला आसन ताड़ासन, दोनों पैरों के बीच में 2 इंच का दूरी बना के रखिए। दोनों हाथों को सामने से कंधों के समानांतर लेके आइए। दोनों हथेलियों को मिलाइए और उंगलियों को फंसाइए और हथेलियों को बाहर की तरफ घुमाइए और धीरे धीरे दोनों हाथों को ऊपर उठाइए। हो सके तो एडियों को 10ാമത് യോഗാ ദിനം വിപുലമായാണ് ലോകം ആചരിച്ചത്. ഇത്തവണ ശ്രീനഗറിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാ ദിനാചരണത്തിന് നേതൃത്വം നൽകിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ യോഗയുടെ പ്രചാരം വർദ്ധിച്ചതായും യോഗ തൊഴിലവസരം സൃഷ്ടിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഋഷികേശ് മുതൽ കേരളം വരെ യോഗ ടൂറിസത്തിന്റെ പുതിയ പ്രവണതയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണെന്നും മോദി. अब सीमित दायरे से बाहर निकल रहा है। आज दुनिया एक नई योग इकोनॉमी को आगे बढ़ने में देख रही है। आप देखिए, भारत में ऋषिकेश, काशी से लेकर केरला तक योग टूरिज्म का नया ट्रेंड देखने को मिल रहा है। दुनिया भर से टूरिस्ट इसलिए भारत आ रहे हैं क्योंकि उन्हें भारत में ऑथेंटिक योग सीख रहा है। आज योग रिट्रीट बन रहे हैं, योगा रिसोर्ट बन रहे हैं, एयरपोर्ट में, होटल्स में योग के लिए डेडिकेटेड फैसिलिटीज बनाई जा रही है। मार्केट में योग के लिए डिजाइन परिधान, अपैरल्स, इक्विपमेंट आ रहे हैं. മഥുര കന്റോൺമെന്റിൽ സൈനികർക്കൊപ്പമായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ യോഗാഭ്യാസം. കരസേനാ മേധാവി മനോജ് പാണ്ഡെ ഉൾപ്പെടെയുള്ള സൈനിക ഉദ്യോഗസ്ഥരും ഭാഗമായി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഹമ്മദാബാദിലും വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ആരോഗ്യമന്ത്രി JP നദ്ദ, റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തുടങ്ങിയവർ ഡൽഹിയിലും
യോഗാ ദിനാചരണത്തിൽ പങ്കെടുത്തു. ഇന്ത്യ പാക് അതിർത്തിയായ അട്ടാരിയിൽ BSF സേനാംഗങ്ങൾ യോഗ അഭ്യസിച്ചപ്പോൾ ലേയിലെ പാൻഗോങ് തടാകക്കരയിലായിരുന്നു ITBPയുടെ യോഗാഭ്യാസം. എന്നിവിടങ്ങളിലും യോഗാ ദിനം ആചരിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സംസ്ഥാനത്തും വിപുലമായി യോഗാ ദിനം ആചരിച്ചു. തിരുവനന്തപുരം ക്രാഫ്റ്റ് വില്ലേജിൽ നടന്ന യോഗാ ദിനാചരണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭാഗമായി. 500-ലധികം വിദ്യാർത്ഥികൾ ക്രാഫ്റ്റ് വില്ലേജിൽ നടന്ന യോഗാ ദിനാചരണത്തിൽ പങ്കെടുത്തു. Drop your head back to the left, chin to the chest. Now it in the opposite direction, head back to the center. As you inhale and exhale again, chin to the chest. Inhale to the left ear towards the left shoulder. Inhale. As you exhale, you slowly. പാലക്കാട് യോഗാ ദിനാചരണത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പങ്കെടുത്തു. സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനം നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യമുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു. മരണാനന്തര അവയവദാനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നിലനിൽക്കുകയാണെന്നും വീണ ജോർജ് പറഞ്ഞു. പ്രത്യേക മാനദണ്ഡം അനുസരിച്ചാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഈ സമീപകാലത്ത് ഈ മരണാനന്തര അവയവദാനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. സർ, മരണാനന്തര അവയവദാനത്തെ നിരുത്സാഹപ്പെടുത്തുന്ന നിലയിലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന അവയവദാനങ്ങളിൽ 10% താഴെ മാത്രമേ മരണാനന്തര അവയവദാനമുള്ളൂ. ബാക്കിയെല്ലാം അല്ലാതെയാണ് സർ. അതുകൊണ്ട് ശക്തമായിട്ടുള്ളൊരു ബോധവൽക്കരണ പ്രവർത്തനം ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നിരീക്ഷണങ്ങളും ഈ മേഖലയിൽ സംസ്ഥാന സർക്കാർ കേസോട്ടോയിലൂടെ നടത്തുന്നുണ്ട്. ഡോണറെ കിട്ടാത്ത സാഹചര്യമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോഴുള്ള 2 വെല്ലുവിളി, ബന്ധുക്കളുടെ യോജിച്ചതല്ലെങ്കിൽ പുറത്തുനിന്ന് ഡോണർ കിട്ടിയാൽ മതിയാവും. പക്ഷെ ഈ വാർത്തകളും ഇത്തരം കാര്യങ്ങളും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നതോടുകൂടി കുറെ പൊടിപ്പും തൊങ്ങലുള്ള വാർത്തയുണ്ട്, കുറെ യാഥാർത്ഥ്യങ്ങളുണ്ടായിരുന്നു. വരുന്നതോടുകൂടി ഒരു ഡോണറെ കിട്ടാത്ത അവസ്ഥയിൽ ടെർമിനൽ സ്റ്റേജിലായിട്ട് പല രോഗികളും സംസ്ഥാനത്ത് നിൽക്കുകയാണ്. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ അടിയന്തരമായി നടപടിയെടുക്കുമെന്ന് KB ഗണേഷ് കുമാർ നിയമസഭയെ അറിയിച്ചു. നാളെ ഉച്ചയ്ക്ക് ശേഷം ഗതാഗത മന്ത്രി ബസ് സ്റ്റാൻഡ് സന്ദർശിക്കും. MLA ഫണ്ട് ഉപയോഗിച്ച് പ്രശ്നം പരിഹരിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. ബസ് സ്റ്റാൻഡിന്റെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും പരിശോധിക്കുമെന്ന് KB ഗണേഷ് കുമാർ പറഞ്ഞു. പിന്നെ കെട്ടിടം 2.5 അടി താഴെയാണ് നിൽക്കുന്നത് ഈ തറയിൽ നിന്ന്. അപ്പം നാളെ 26-ാം തീയതി, നാളെ 22, നാളെ ഉച്ചയ്ക്ക് ഒരു 3:30 കഴിയുമ്പോൾ ഞാൻ എറണാകുളത്തേക്ക് വരാം. ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, IIT എന്നുള്ള എഞ്ചിനീയർമാർ കാണും. എങ്ങനെയാണ് ഇവിടെ വെള്ളം കയറാതെ നമുക്ക് പരിഹരിക്കാൻ കഴിയും നോക്കി അടിയന്തരമായി MLA കുറച്ച് ഫണ്ടൊക്കെ തരേണ്ടി വന്നാൽ തരണം. സീറോ മലബാർ സഭയിലെ ഏകീകൃത കുർബാന വിഷയത്തിൽ സഭാ നേതൃത്വത്തിന് ഇരിങ്ങാലക്കുട രൂപതയുടെ കത്ത്. ഒരു വിഭാഗം വൈദികരാണ് കത്തെഴുതിയത്. 87 വൈദികർ ഒപ്പിട്ടാണ് കത്ത് നൽകിയിട്ടുള്ളത്. ഏകീകൃത കുർബാന അർപ്പിച്ചില്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന സഭയുടെ നിലപാടിനെതിരെയാണ് കത്തെഴുതിയത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോടും വിശ്വാസികളോടും കത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മലപ്പുറം വൈലത്തൂരിൽ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കുടുങ്ങി മരിച്ച 9 വയസ്സുകാരന്റെ മുത്തശ്ശിയും മരിച്ചു. പേരക്കുട്ടിയുടെ മൃതദേഹം കാണാനെത്തിയ ചെങ്ങണക്കാട്ടിൽ കുന്നശ്ശേരി ആസിയാണ് ഹൃദയാഘാതം കാരണം മരിച്ചത്. ഇന്നലെയായിരുന്നു 9 വയസ്സുകാരനായ മുഹമ്മദ് സിനാൻ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കുടുങ്ങി മരിച്ചത്. അയൽവാസിയുടെ ഗേറ്റിൽ കഴുത്തുകുടുങ്ങി മരണമടഞ്ഞ 9 വയസ്സുകാരൻ സിനാന്റെയും സിനാന്റെ മുത്തശ്ശി അസിയയുടെയും മരണം നാടിനെ നടുക്കിയിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരമാണ് സിനാന്റെ മരണം ഉണ്ടായത്. സിനാൻ പള്ളിയിലേക്ക് പോവുകയായിരുന്നു. വീടിന് അടുത്തുള്ള മറ്റൊരു വീട്ടിലൂടെയാണ് സിനാൻ പോയിരുന്നത്. ഈ വീട്ടിലെ ഗേറ്റ് അതൊരു റിമോട്ട് നിയന്ത്രിത ഗേറ്റാണ്. മാത്രമല്ല അത് സ്വിച്ച് ഉപയോഗിച്ചും തുറക്കാം.
അങ്ങനെ സ്വിച്ച് ഉപയോഗിച്ച് തുറക്കാൻ കഴിയുന്ന ഗേറ്റ് തുറന്ന് സിനാൻ ഉള്ളിലേക്ക് പോകുമ്പോൾ ഗേറ്റിനിടയിൽ കുടുങ്ങി എന്നാണ് കരുതുന്നത്. അങ്ങനെ കുടുങ്ങിയ സിനാന്റെ പിന്നീട് നാട്ടുകാരെത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിനാന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഈ നടന്ന സംഭവങ്ങളെപ്പറ്റി അയൽവാസിയായ അമീർ അലി ഇപ്രകാരമാണ് പറയുന്നത്. വീടിന്റെ ഒരു 20 മീറ്റർ ദൂരത്താണ് എൻ്റെ വീട്ടിന്റെ കൊലായിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ വൈകിട്ട് ഒരു 4:10 കൂടി സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഈ വീടിന്റെ ഗേറ്റിന്റെ മുമ്പിലെത്തിയപ്പോൾ ഒരു കുട്ടി തല കുടുങ്ങി ഗേറ്റിൽ കുടുങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് കുട്ടിയെ മനസ്സിലായി. കാരണം എൻ്റെ മകന്റെ വളരെ അടുത്ത കളിക്കൂട്ടുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് വല്ല കരണ്ടൊക്കെ പിടിച്ചതാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു നിമിഷം ശങ്കിച്ചു നിന്നിട്ട് റോട്ടിൽ നിന്നിട്ട് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, ഒരു കുട്ടിയുണ്ട് കുടുങ്ങി കിടക്കുന്നത്, അങ്ങോട്ട് പോകണ്ട, കറണ്ട് പിടിച്ചതെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ റോട്ടിലിറങ്ങി ഇവരുടെ ഒരു ബന്ധുവായിട്ടുള്ള ഒരാളെ വണ്ടി കയറ്റി കൊണ്ടുവന്ന് ഇത് കാണിച്ചു കൊടുക്കുകയും അയാൾ ഈ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് ഡോറ് തുറന്ന് അപ്പോൾ കുട്ടി താഴോട്ട് വീഴാനുണ്ടായത്. നേരെ ഹോസ്പിറ്റലിലേക്ക് ഇവർ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഗേറ്റിന്റെ അറ്റത്താണ് സംഭവം നടന്നിട്ടുള്ളത്. കുട്ടി തല പുറത്തേക്ക് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും ഷോക്കടിച്ചതൊന്നുമല്ല, ഗേറ്റ് കുടുങ്ങിയത് തന്നെയാണ്. കുട്ടി കടന്ന സമയത്ത് ഗേറ്റ് വന്ന് അടിച്ചതായിരിക്കാനാണ് സാധ്യത. എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റൂല. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുട്ടി മരിച്ചത്. സിനാന്റെ മരണം അറിഞ്ഞ ഉടനെ തന്നെ ആസിയയ്ക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ടായിരുന്നു, ശ്വാസമുട്ടലുണ്ടായിരുന്നു, കുഴഞ്ഞു വീണിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച അവരുടെ മരണവും രാത്രി തന്നെ സ്ഥിരീകരിച്ച ഒരു സാഹചര്യമാണ്. ഹൃദയാഘാതമാണ് ആസിയയുടെ ജീവനെടുത്തത്. ആസിയയുടെ മൃതശരീരം രാവിലെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സിനാന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടന്നതിന് ശേഷമാണ് ഇനി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുക. രണ്ടുപേരുടെയും ഖബറടക്കം ചിലകൂർ പള്ളി ഖബറിസ്ഥാനിലായിരിക്കും ഉണ്ടാവുക. എന്താണെങ്കിലും നാടിനെ നടുക്കിയ എല്ലാ അർത്ഥത്തിലും നാട്ടുകാരെ ഒന്നടങ്കം വേദനയിലാക്കിയ സംഭവമാണ് സിനാന്റെയും ഉമ്മുമ്മയുടെയും ഈ ആകസ്മിക മരണം. മലപ്പുറത്ത് നിന്നും അഖിലോട്ട് പറക്കപ്പം സി അനുമോദ്, ന്യൂസ് 18. ഭാരതപ്പുഴയിൽ കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുകയാണ്. പട്ടാമ്പി മുതൽ തൃത്താര വെള്ളിയാങ്കല്ല് വരെയുള്ള ഭാഗത്താണ് കന്നുകാലികളുടെ ജഡങ്ങൾ കണ്ടെത്തിയത്. കുടിവെള്ള സ്രോതസ്സിൽ ജഡങ്ങൾ പൊങ്ങിയതോടെ ആശങ്കയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ. വിഷ്ണു പട്ടാമ്പിയുടെ വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് ഈ സംഭവം? എന്താണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്? ഹലോ, വെള്ളിയാഴ്ച രാവിലെയാണ് പോത്തുകളെ കൂട്ടത്തോടെ ഭാരതപ്പുഴയിൽ ചത്തുപൊങ്ങിയതായി കണ്ടത്. പട്ടാമ്പി മുതൽ തൃത്താല റെഗുലേറ്റർ വരെയുള്ള ഭാഗത്താണ് 7ഓളം പോത്തുകളുടെ ജഡങ്ങൾ പൊന്തിയത്. ഇത് അഴുകിയ ജഡങ്ങളാണ്. 3-4 ദിവസം പഴക്കമുള്ള ജഡങ്ങളാണ് പൊന്തിയത്. മീൻപിടുത്തക്കാർ പുഴയിൽ മീൻ പിടിക്കാൻ രാവിലെ എത്തിയ ആൾക്കാരാണ് വിവിധ സ്ഥലങ്ങളിലായി പോത്തുകളുടെ ജഡം കണ്ടെത്തിയത്. സ്ഥിരമായി കച്ചവടക്കാർ പോത്തുകളെ വാങ്ങിച്ചു കൊണ്ടുവന്ന് പുഴയിൽ ഇറക്കി വിടുന്ന ഒരു സംഭവവികാസം പട്ടാമ്പി തൃത്തല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുണ്ട്. തീറ്റയും വെള്ളവും എല്ലാം പുഴയിൽ നിന്നാവുന്നത് കൊണ്ട് കച്ചവടക്കാർക്ക് ചിലവും കുറവാണ്. ഇവറ്റകളെ ഇങ്ങനെ തീറ്റിപ്പോറ്റി പിന്നീട് ചന്തയിലെത്തിച്ച് വിൽക്കുന്ന രീതിയാണ് നടക്കുന്നത്. ഇതിനായി എത്തിച്ച പോത്തുകളിൽ ചിലതാണ് ചത്തുപൊന്തിയത്. കഴിഞ്ഞ പെരുന്നാൾ ദിനത്തിൽ കുറെ പോത്തുകളെ അറവിനായി കൊണ്ടുപോയിരുന്നു. ഇവയിൽ നിന്നും അകന്നു പോയതാകാം ചത്തുപൊന്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം. തടയണയുടെ ഷട്ടർ, പട്ടാമ്പിയിൽ ഒരു തടയണ, തൃത്താല വെള്ളിയങ്കല്ലും ഒരു തടയണയുണ്ട്. ഈ തടയണയിൽ കാലുകൾ കുടുങ്ങി ശ്വാസം മുട്ടി മുങ്ങി മരിച്ചു എന്നാണ് മീൻപിടുത്തക്കാരും സമീപത്തെ പ്രദേശവാസികളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന വെള്ളിയാങ്കല് ജലസംഭരണിയിലാണ് പോത്തുകളുടെ ജഡം പൊന്തിയത് എന്നുള്ളത് ജനങ്ങളിൽ വളരെ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടെ നിന്നുമാണ് തൃശൂർ ജില്ലയിലെ പാവറട്ടി കുടിവെള്ള പദ്ധതിയിലേക്കും ഗുരുവായൂർ മേഖലയിലേക്കും കുടിവെള്ളത്തിനായി വെള്ളം പമ്പ് ചെയ്യുന്നത്. ഈ ജലസംഭരണിയിൽ ഇത്തരത്തിൽ പോത്തുകളുടെ അഴുകിയ ജഡമുള്ളത് ആശങ്ക വ്യാപകമായി പരക്കുന്നുണ്ട്. തൃത്താല പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം പ്രദേശത്ത് പരിശോധന നടത്തുമെന്നാണ് അറിയിക്കുന്നത്. ശരി, വെള്ളിയാങ്കല്ല് ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പോത്തുകൾ ചത്തുപൊങ്ങുകയായിരുന്നു. തിരുവനന്തപുരം പാറ്റൂരിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ ചാടിയ യുവാവിനെ രക്ഷപ്പെടുത്തി. അഗ്നിശമന സേനയാണ് ഇയാളെ തോട്ടിൽ നിന്ന് പുറത്തെടുത്തത്. ആത്മഹത്യ ചെയ്യുന്നുവെന്ന് പറഞ്ഞാണ് യുവാവ് ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ചാടിയത്. എന്നാൽ വെറുതെ ചാടിയതാണെന്നായിരുന്നു തോട്ടിൽ നിന്ന് പുറത്തെടുത്ത ശേഷമുള്ള യുവാവിന്റെ പ്രതികരണം. മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. എന്തിനാ, പ്രശ്നം? എവിടെ വീട്? എവിടെ?
വീട് മണക്കാട്. മണക്കാട്. തൃശൂരിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘം അറസ്റ്റിലായി. എറണാകുളം സ്വദേശികളായ ബിനിൽ, നിധീഷ്, ആന്റണി റോഷൻ എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ പെരിങ്ങോട്ടുകര സ്വദേശി വാഴൂർ വീട്ടിൽ കൃഷ്ണദേവിനെയാണ് കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോയത്. കൃഷ്ണദേവിന്റെ ബന്ധുക്കൾ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പറവൂർ പോലീസാണ് പ്രതികളെ പിടികൂടിയത്. തൃശൂരിൽ കാട്ടാനയായ കബാലി ആംബുലൻസ് തടഞ്ഞു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഇന്നലെ രാത്രിയാണ് കബാലി വാഹനം തടഞ്ഞത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആനയെ കണ്ട് ഭയന്നോടി പരിക്കേറ്റയാളെ ചാലക്കുടിയിൽ ആശുപത്രിയിൽ ഇറക്കിയ ശേഷം തിരിച്ചു വരികയായിരുന്നു ആംബുലൻസ്. കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങിയതിനെ തുടർന്ന് KSRTC ബസ് 20 മിനിറ്റ് നേരം ഈ വഴിയിൽ തന്നെ നിർത്തിയിട്ടിരുന്നു. അതിരപ്പള്ളിക്ക് സമീപം ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടവും ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. അടിമാലിയിൽ പാപ്പാനെ ആന ചവിട്ടിക്കൊന്നു. കാസർഗോഡ് നീലേശ്വരം സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത്. 60-ാം മൈലിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ ആനസവാരി കേന്ദ്രത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ആനയെ നിയന്ത്രിച്ചു വന്നപ്പോൾ ബാലകൃഷ്ണനെ ആക്രമിക്കുകയായിരുന്നു. ഇടുക്കിയിൽ തന്നെ മാങ്കുളം വിരിഞ്ഞപാറ മേഖലയിൽ കാട്ടാന ശല്യത്തിൽ നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. സ്ഥിരമായി ജനവാസ മേഖലയിൽ എത്തുന്ന കാട്ടാനകൾ കൃഷിനാശം ഉണ്ടാക്കുന്നുണ്ട്. കൂട്ടമായി എത്തുന്ന ആനകൾ ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ച് കാട്ടിലേക്ക് പോകുന്നത്. കാട്ടാന ശല്യം കാരണം രാത്രികാലത്ത് ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയെന്നാണ് പരാതിയുണ്ടായിരിക്കുന്നത്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ ജീപ്പ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് പാഞ്ഞു കയറി 2 പേർ മരിച്ചു. കുളിരാമുട്ടി സ്വദേശികളായ സുന്ദരൻ, ജോൺ എന്നിവരാണ് മരിച്ചത്. ചായക്കടയിലേക്കാണ് ജീപ്പ് പാഞ്ഞു കയറിയത്. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് ജയത്തോടെ തുടക്കം. കാനഡയെ മറുപടിയില്ലാത്ത 2 ഗോളിനാണ് അർജന്റീന തോൽപ്പിച്ചത്. ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 49-ാം മിനിറ്റിൽ ജൂലിയൻ ആൽവരേസ് ആണ് ആദ്യ ഗോൾ അടിച്ചത്. 88-ാം മിനിറ്റിൽ ലൗതാരോ മാർട്ടിനസ് ലീഡ് 2 മെസ്സിയാണ് 2 ഗോളിനും വഴി തുറന്നത്. ജയിച്ചെങ്കിലും നിരവധി അവസരങ്ങളാണ് ദുർബലരായ കാനഡയ്ക്കെതിരെ അർജന്റീന പാഴാക്കിയത്. മെസ്സിയും ഡി മരിയയും ഗോൾ അവസരങ്ങൾ പാഴാക്കി. യൂറോ കപ്പിലെ കരുത്തരുടെ പോരാട്ടത്തിൽ സ്പെയിനിന് ജയം. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഇറ്റലിയുടെ ഓൺ ഗോളിലാണ് സ്പെയിൻ ജയം സ്വന്തമാക്കിയത്. 55-ാം മിനിറ്റിലായിരുന്നു റിക്കാർഡോ കാലഫൂറിയുടെ ഓൺ ഗോൾ. 3 പോയിന്റുകൾ സ്വന്തമായതോടെ സ്പെയിൻ യൂറോ കപ്പിന്റെ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചു. മരണ ഗ്രൂപ്പിലെ അടുത്ത മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ തോൽവി ഒഴിവാക്കിയാൽ ഇറ്റലിക്കും റൗണ്ട് ഓഫ് 16-ൽ എത്താം. IPL കേരള പ്രീമിയർ ലീഗുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെപ്റ്റംബറിൽ ടൂർണമെന്റ് തുടങ്ങുമെന്ന് KCA ഭാരവാഹികൾ പറഞ്ഞു. 2020 ഫോർമാറ്റിൽ നടത്തുന്ന ടൂർണമെന്റിൽ 6 ടീമുകൾ ഉണ്ടാവും. കാര്യവട്ടം സ്പോർട്സ് ഹബ്ബിൽ ഉച്ചയ്ക്ക് 3 മണിക്കും വൈകിട്ട് 7 മണിക്കുമായിരിക്കും മത്സരങ്ങൾ. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത താരങ്ങൾക്ക് മാത്രമായിരിക്കും ടൂർണമെന്റിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുക. 1 കോടി രൂപയാണ് ടീമിന്റെ ലേലത്തുക. ഇതിൽ 35 ലക്ഷം രൂപ താരങ്ങൾക്കായി ചെലവഴിക്കും. 60 ലക്ഷം രൂപയായിരിക്കും സമ്മാനത്തുക. ജലോത്സവ കാലത്തിന് തുടക്കം കുറിച്ച് ചമ്പക്കുളം മൂലം വള്ളം കളി നാളെ നടക്കും. പമ്പയാറ്റിൽ നടക്കുന്ന മത്സരത്തിൽ ചെറുവള്ളങ്ങൾക്കൊപ്പം 6 ചുണ്ടന്മാരും മത്സരിക്കും. മന്ത്രി P. പ്രസാദാണ് ജലമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. ജലോത്സവ പ്രേമികളെ ആവേശത്തിലാക്കിക്കൊണ്ട് വീണ്ടും ഒരു വള്ളംകളിക്കാലത്തിന് തുടക്കമാവുകയാണ്. പമ്പയാറിന്റെ കൈവഴിയായ ചമ്പക്കുളത്താറ്റിൽ ഇത്തവണ ചമ്പക്കുളം, നടുഭാഗം, ആയാപറമ്പ് പാണ്ടി, സെന്റ് ജോർജ്,
വലിയ ദിവാൻജി, ചെറുതന എന്നീ 6 ചുണ്ടന്മാർക്കൊപ്പം 2 വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങൾ എന്നിവ ഉൾപ്പെടെ 8 വള്ളങ്ങളാണ് മത്സരിക്കുക. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി ഈ മാസം 22-ാം തീയതി ചമ്പക്കുളത്ത് പമ്പയാറ്റിൽ നടക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിപുലമായ ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. കുട്ടനാട്ടിലെ CBLലൊക്കെ ഉൾപ്പെട്ടു വരുന്ന 6 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. CBLനും നെഹ്റു ട്രോഫിക്കും മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു മത്സരം എന്ന നിലയിൽ വലിയ ഒരു മത്സരം തന്നെയായിരിക്കും ചമ്പക്കുളത്താറ്റിൽ നടക്കാൻ പോകുന്നത്. കേരളത്തിലെ വള്ളംകളികളുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു വള്ളംകളിയാണ് ഈ ചമ്പക്കുളത്താറ്റിൽ നടക്കുന്ന രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ഈ മത്സര പോരാട്ടം എന്ന് പറയുന്നത്. 3 ഹീറ്റ്സുകളിലായാണ് മത്സരം. മന്ത്രി പി പ്രസാദാണ് ജലമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 3 മണിയോടെ മത്സരങ്ങൾ ആരംഭിക്കും. 400ഓളം വർഷം പഴക്കമുള്ള ജലമേളയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ചെമ്പകശ്ശേരി രാജാവ് നടത്തിയ ജലയാത്രയുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ വള്ളംകളി. ന്യൂസ് 18 ആലപ്പുഴ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6700, പവന് 53,600. 18 ക്യാരറ്റ് ഗ്രാമിന് 5590, പവന് 44,720. വെള്ളി ഗ്രാമിന് 97, കിലോയ്ക്ക് 97,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും.